ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നതേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 മണിയാണ് കേട്ടോ. ഹസ്ബൻഡ് വീട്ടിലാകുമ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. ഇവിടെ വന്നാൽ പിന്നെ ഈ സമയത്ത് കുറച്ച് മടിയും കൂടെ കൂടുതലായതുകൊണ്ട് ദേ പൊന്തി വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദേ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പം അധികം ഈ സമയത്ത് നല്ല ചൂട് കൂടുതലായതുകൊണ്ടും പിന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ചൂട് കൂടുതലായതുകൊണ്ടും അധികം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇടാറ് കേട്ടോ. കാരണം ലൂസുള്ള ഡ്രസ്സുകളാണ് ഏറ്റവും നല്ലത്. പിന്നെ വീട്ടിലാവുമ്പോൾ ചേച്ചിയുടെ പ്രഗ്നൻസി പില്ലോ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കിടന്നുറങ്ങാൻ സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പം ഇനി നമുക്ക് രാവിലത്തെ കുറച്ച് പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടന്നാലോ. വീട്ടിലേക്ക് സ്ഥിരം ചെല്ലുമ്പോഴുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞാൻ യൂസ് ചെയ്ത ബ്രഷ് കാണില്ല, അല്ലെങ്കിൽ ഞാനതേ ബ്രഷ് കൊണ്ടുവരാൻ മറക്കും. പിന്നെ പണ്ടൊക്കെ നമ്മളിപ്പോൾ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്നല്ലല്ലോ, അതുകൊണ്ട് ദേ തൽക്കാലം ഞാൻ എൻ്റെ കൈ ബ്രഷ് ആക്കിയിട്ട് കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ സമയത്ത് പല്ല് തേക്കുമ്പോൾ എത്ര ഛർദി മാറിയെന്ന് പറഞ്ഞാലും എന്താണെന്നറിയില്ല, ബ്രഷ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു പ്രത്യേക തരം ഓക്കാനാണ്. അത് എവിടുന്നാ വരുന്നതെന്നറിയില്ല. പൊതുവേ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ചേച്ചിക്കും ഉണ്ടായിരുന്നു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. രാവിലെ തന്നെ ഇങ്ങനെ വെറും വയറ്റിൽ വന്ന് നോക്കാനിക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ചായ കുടിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ ഒരു ഗുളിക വിഴുങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഗുളികകളാണ്, കണ്ടുപേടിക്കേണ്ട. കാരണം ഒന്നാമത് ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് 1-2 ആന്റിബയോട്ടിക്സ് ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മരുന്ന് കഴിച്ചതേ ഞാൻ നേരെ കുളിക്കാൻ കയറാണ് കേട്ടോ. 4 ദിവസമായിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ട്. വേറെ ഒന്നുമല്ല, നല്ല കഫക്കെട്ടും ചുമയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് റിസ്ക് എടുത്ത് കുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത്രയും ദിവസം പിടിച്ചു നിന്നായിരുന്നേ. കുറച്ച് ദിവസം തല നനയ്ക്കാവുന്നതുകൊണ്ട് തന്നെ തലയിൽ ഇതേ പോയ താരനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും നോക്കണ്ട, ഇന്ന് എന്തായാലും ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് കുളിക്കുന്നതുകൊണ്ട് തന്നെ ഞാനതേ നമ്മുടെ കോട്ടക്കലിന്റെ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഷാമ്പു ആണ്. താരം പോവാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പം നമ്മുടെ കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞപ്പോഴേക്ക് സൗണ്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. സൗണ്ട് രാവിലെ എണീക്കുമ്പോൾ ചുമയും ജലദോഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലൊന്നും ഓൺ വോയിസ് കൊടുക്കാൻ കേട്ടോ. കുളി കഴിഞ്ഞു ഇനി നമുക്ക് ചാവിടിക്കാം. അടുക്കളയിലേക്ക് വന്നപ്പോൾ ചായക്ക് ഇതേ ചെറുപയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സെന്തോ ഭയങ്കരമായിട്ട് മടുത്തുപോയി. ചില ദിവസങ്ങളിൽ എനിക്ക് ചായക്കടി ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ രാവിലെ കാണുമ്പോൾ. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അതേ പോയി നോക്കിയപ്പോൾ അമ്മ അതേ നല്ല ചക്കക്കൂട്ടാൻ, തേങ്ങ അരച്ചിട്ടുള്ള ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ കുക്കറിൽ അതേ നമ്മൾ ഉണക്കമീൻ്റെ കറി ഉണ്ട് കേട്ടോ. പിന്നെ അതേ കുടിക്കാനായിട്ട് നല്ല കൂവവെള്ളം, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നല്ല കൂവവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ചോറാണ് കേട്ടോ. ഈ സമയത്ത് ചോറധികം കഴിക്കുന്നത് നല്ലതൊന്നല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് ചോറില്ലാണ്ട് പറ്റില്ല. ചേച്ചി അച്ഛനും ചെക്കനൊക്കെ അതേ ഉമ്മർത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉമ്മർത്തിരുന്ന് ചോറ് കഴിക്കാന്നുള്ളത്. അപ്പൊ എല്ലാവരോടും കൂടെ സംസാരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ അതേ കുറച്ച് മരുന്നും കൂടെ കുളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ചുമയുടെ മരുന്നാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കുളിസിയും കണ്ടാലോ. ചേച്ചി ഇതേ ചെക്കനെ ഡീപ്പിച്ച് കുളിപ്പിക്കാൻ നിൽക്കുകയാണ്. ചെക്കൻ അവിടെ കുളിച്ചോണ്ട് കേട്ടോ. ചെക്കൻ കുളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ല നാടൻ മാവുണ്ട് ഇവിടെ കേട്ടോ. മാവിൻ്റെ ചോട്ടിൽ പഴുത്ത മാങ്ങകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പെറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, വല്യച്ഛൻ്റെ മോനോട് ഞാൻ, അതായത് കസിനോട് ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് ബുക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട്, അപ്പം അതും വായിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെ ഒരു മാങ്ങ കിട്ടി. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാങ്ങ കൂട്ടാൻ വെച്ചാൽ പിന്നെ എനിക്കിതൊന്നും വേറെ ഒന്നും വേണ്ടത് മാത്രം മതി. ഇന്നലെ 2 എണ്ണം കിട്ടിയപ്പോൾ അമ്മ അത് വെച്ച് മാങ്ങ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആരും പൊറുക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ പച്ചയാണ്. മിഞ്ഞാന്നൊക്കെ കാറ്റുണ്ടായപ്പോൾ അതിന് വീണ മാങ്ങ തോന്നുന്നുണ്ട്. ഇതൊക്കെ പച്ച മാങ്ങയാണ്. സത്യം പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കാൻ വയ്യ. ഇടയ്ക്ക് ഇതൊക്കെ പച്ച മാങ്ങയാണ്. ഇതൊക്കെ പച്ചയാണ്. മാങ്ങ കുറവാട്ടോ. 2 മാങ്ങ എനിക്ക് കിട്ടിയിട്ടുള്ളത്. മാങ്ങ ആവാൻ ടൈം ആവുന്നുള്ളൂ. വിഷുവൊക്കെ ആകുമ്പോഴേക്ക് നല്ലോണം വീഴും കേട്ടോ. പ്രത്യേകിച്ച് 2 മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്നലെ ഞാൻ 2-3 മഴ പെയ്തിട്ടുണ്ട്. അപ്പോഴേക്കാവും. എന്തായാലും തൽക്കാലം ഈ 2 മാങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പോയി വന്നിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മണം ഭയങ്കരമാണ്.
അപ്പം നമ്മൾ അവിടെ എത്തിയതേ ബുക്കുകൾ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഏട്ടന് ഒരുപാട് ബുക്കിൻ്റെ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എത്രയും ബുക്കുകളാണ് കേട്ടോ ഞാനിവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ഒരു 5 എടുത്തിട്ടുണ്ട്. വായിച്ച് തീരുമെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ വായിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഏട്ടന് കൊണ്ടു കൊടുക്കണേ. അപ്പം നമ്മൾ ബുക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടോ. ഇനി നമുക്ക് ഈ 2 മാങ്ങ ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ എത്തണ വരെ എൻ്റെ ബായിൽ ഭയങ്കര നല്ല മധുരമുള്ള മാങ്ങയാണ്, നല്ല ചുമയാണ്. ചെട്ടാടി വേണ്ടി ചുമയാണ്. നല്ല മധുരമുണ്ട്. ഒന്ന് തിന്നു, നമുക്ക് രണ്ടാമത്തെ തിന്നാം. ഇത് കുറച്ച് പുളിയുണ്ട്. സാധാരണ 2-3 മഴ പെയ്ത് വിഷുവിന് വീണ മാങ്ങയ്ക്ക് ഭയങ്കര മധുരം കേട്ടോ. അതിതൊന്ന് തിന്ന് തീർക്കട്ടെ. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത് നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അമ്മ അതേ നമ്മുടെ മദീനയിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. കീശേരി മദീന ഹോട്ടലിലത്തെ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് ഈ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ. അമ്മ കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നാണ്. അപ്പം ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.